കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു നോർത്ത് ഇന്ത്യയിലെ ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിയുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, ഭയങ്കര കഴുത്തുവേദനയാണ്, മെയിലാണ്, ഒരു 40s ഒരു മെയിൽ പേഷ്യൻ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര കഴുത്തുവേദനയാണ്. എക്സ്റേ എടുത്തു, പുള്ളിക്ക് വലിയ ഐഡിയ കിട്ടിയില്ല, പുള്ളി ഓർത്തല്ല, അതുകൊണ്ട് ജസ്റ്റ് എക്സ്റേ എടുത്തു, എനിക്കൊന്ന് ഫോർവേഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ കോളിൽ പേഷ്യൻ്റായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ പുള്ളി നല്ല കട്ടിയുള്ള ചങ്ങല പോലത്തെ ഒരു ചെയിൻ ഇട്ടുണ്ട്, ഗോൾഡിൻ്റെ. നല്ല കാശുകാരനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും വെയിറ്റ് ഉള്ളൊരു സാധനം ഇടുമ്പോൾ ആൾക്കത് ഒരു ഹോബി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ ഇത്രയും വെയിറ്റുള്ള സാധനം നമ്മൾ കഴുത്തിലിടുമ്പോൾ നമ്മളത് വെറുതെ കഴുത്തിൽ കിടക്കല്ല, നമ്മുടെ ബോഡി അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിലേക്ക് ഒരു വെയിറ്റ് വരുമ്പോൾ ആ വെയിറ്റിനെ ഇങ്ങനെ നമ്മളിങ്ങനെ വളഞ്ഞു പോകാതിരിക്കാൻ, ഒരു 1/4 കിലോ ആണെങ്കിലും 1/2 കിലോ ആണെങ്കിലും അത് നമ്മളിങ്ങനെ പിടിച്ച് കുറേ നേരം നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വളഞ്ഞു പോകുമല്ലോ. ഈ വളയാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന പോസ്റ്റീരിയർ സെർവൈക്കൽ മസിൽസ്, അല്ലെങ്കിൽ പുറകിലുള്ള കുറച്ച് ട്രപ്പീസിയസ് പോലത്തെ മസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നട്ടലിൻ്റെയും ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ളത്. ഈ മസിൽസിന് അനാവശ്യമായിട്ടുള്ള ലോഡാണ്. ഡെഫിനറ്റായിട്ടും കാഴ്ചയ്ക്കൊക്കെ ചിലപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുമായിരിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിലുകളെ ശ്രദ്ധിക്കാൻ വേറെ ആളെ വെക്കേണ്ടി വരും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള നെക്ലസുകളും അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വെയിറ്റുള്ള അങ്ങനത്തെ സാധനങ്ങളും പുതിയ സ്റ്റഡീസിൽ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ സെനേരിയോയിൽ നമ്മൾ ചെയിൻസും കാര്യങ്ങളൊക്കെ വെയിറ്റ് കൂടിയത് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. പരിപാടികൾക്കൊക്കെ ഡെഫിനറ്റായിട്ട് ഇട്ടോളൂ.